ഗൈസ് വരുന്ന ടൈമിൽ ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്. നോക്കി ഇറങ്ങടാ. ഒലിക്കുവോ? Hello, assalamu alaikum, welcome back AZ Vlog. And the can and the cone and the back. Okay, 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 okay. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? നമ്മള് മോർണിംഗ് വാക്ക് എന്നാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ നടന്നിട്ട് വീട് എത്തണം. അതായത് നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മളെ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നടന്നിട്ട് വേറൊരു വഴിയുണ്ട്. അതായത് പള്ളിപ്പാട് ടു എരുമപ്പെട്ടി. അതായത് ഇവിടുന്ന് ഹൈവേ കൂടെ തന്നെ നേരെ പോയിട്ട് നെല്ലുവായിന്ന് കറവത്തൂർ റോഡുണ്ട്. ആ റോട്ടിൽ കൂടെ നേരെ പോയിട്ട് അതേ വഴി തിരിഞ്ഞ് സ്കൂളിലെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലൊരു വഴിയുണ്ട്, അങ്ങോട്ടുള്ള ഷോർട്ട് കട്ട് എന്നല്ല, അങ്ങനെ പോവാം ഇങ്ങനെ പോവാം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങുക എന്ന് രാവിലെ നടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നടന്നിട്ട് ഇവിടെയുള്ള നാട്ടിലുള്ള വൈബും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണാം. എന്താണ് പറയാൻ എനിക്കെന്താ പറയുള്ളൂ? നടക്കാല്ലേ ഗൈസ്? ഇതാട്ടോ നമ്മളെ സ്കൂള് പഠിച്ച സ്കൂള്. ഗൈസ് ഇതാട്ടോ നമ്മൾ പോലീസ് സ്റ്റേഷൻ, എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ. സ്റ്റാർമാരുണ്ട് അവിടെ. ഗൈസ് അങ്ങനെ ഏകദേശം അങ്ങനെ പകലിങ്ങനെ ഉദിച്ചു വരികയാണ്. ഇപ്പോൾ അടുത്തുള്ളൊരു പാടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. നെല്ലുവായി പഴൂർ റൂട്ടിലുള്ള എന്താ പറയുക, നല്ലൊരു വൈബ് മൂടന്നെ കേട്ടോ. കുറേ കൊക്കുകളൊക്കെ ഉണ്ട്, മീനുണ്ട് തോന്നുന്നു. ഗൈസ് അങ്ങനെ ഒരു 6:15 ആകുമ്പോൾ നമ്മൾ നെല്ലുവായി കയറ്റം കയറിക്കൊണ്ടിരിക്കുക. നെല്ലുവായി നിന്ന് തിരിഞ്ഞ് നമ്മൾ കറവത്തൂർക്കുള്ള റൂട്ടിലേക്ക് ഏകദേശം ഇപ്പോൾ 1 കിലോമീറ്റർ ആയി. ഇപ്പം തന്നെ എങ്ങനെയാണ് മൊത്തം കവർ ചെയ്യുക? ഒരെന്താ സ്പിരിറ്റിൽ നമ്മളിങ്ങനെ ചാടി ഇറങ്ങിയതാണ്. ഇപ്പം തന്നെ തീരെ വയ്യാത്ത പോലെ ഉണ്ട്. എന്തായാലും ഇത് നമ്മൾ അച്ചീവ്മെൻറ്റ് ചെയ്തിരിക്കും. ചെറിയ ടാർഗറ്റാണെങ്കിൽ ഈ ചെറിയ ടാർഗറ്റ് നമ്മൾ നടന്ന് നമ്മളെ പറഞ്ഞ പോലെ ചെയ്തിരിക്കും, ഉറപ്പാണ്. ലെറ്റ്സ് വാച്ച്. ഓക്കെ, അങ്ങനെ നെല്ലുവായി കടന്നു വരുന്ന മുല്ലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്പലം കാണാം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം. അവിടെ വലിയ വലിയ പൂരങ്ങളാണ്. പിന്നെ അവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ടായിരുന്നു, അത് വെട്ടിയിട്ടാണ് അമ്പലം കാണിക്കാൻ അങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിനെ കവർ ചെയ്തിട്ടാണ് ആൽമരം, അത് വെട്ടി അമ്പലത്തിൻ്റെ പേരൊക്കെ ഇത് അവിടെ എഴുതിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു സൈഡത്തെ അമ്പലം. ഇതാണ് ഇവിടെയാണ് പൂരങ്ങളൊക്കെ വരിക. അങ്ങനെ ഇതാ നടന്നുകൊണ്ട് പോകുന്നു. ഏകദേശം നമ്മളിപ്പോൾ 1 കിലോമീറ്റർ കഴിഞ്ഞ് രണ്ടാമത്തെ കിലോമീറ്റർ എത്താനാവുന്നു. കുട്ടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയ 2 കിലോമീറ്റർ ആവും. ഇപ്പം നമ്മൾ കുട്ടഞ്ചേരി എത്തിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ നടന്ന് അങ്ങനെ കുട്ടഞ്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? ഇനിയുണ്ട് ഒരു 5 കിലോമീറ്റർ കൂടി. 5. എന്നിട്ട് ആ വഴി കൂടെ കടന്നിട്ടാണ് നമ്മൾ വീടിൻ്റെ അങ്ങോട്ട് നമ്മൾ വന്ന സ്റ്റാർട്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് ഞാൻ അതിൽ കൂടെ അങ്ങ് കാണിച്ചു തരുന്നത്. ഭയങ്കര നാച്ചുറൽ വൈബാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ നടക്കുന്ന കാര്യങ്ങൾ. പലരും ഇപ്പം നീക്കാറൊന്നുമില്ല രാവിലെ. ആരും നീക്കാറ്? ഞാൻ പോലും നീക്കാറില്ല. എല്ലാവരും കിടന്നുറങ്ങാൻ. രാത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. ഒരുവിധം എല്ലാവരും. എങ്ങനെയായാലും ഈ ചെറിയ മക്കളാണെങ്കിലും ഒരു 2 മണി 1 മണിയൊക്കെ ആവും ഫോണും കളിച്ചുകൊണ്ട്. അപ്പോൾ രാവിലെ ആരും നീക്കൊന്നുമില്ല. 12 മണി 1 മണിയൊക്കെ ആവും എല്ലാ കുട്ടികളും നീക്കാം. ഇടയ്ക്കൊക്കെ രാവിലെ നീറ്റ് ഇങ്ങനെ നടക്കാറെങ്കിൽ നമ്മളെ ബോഡീന് നല്ലതാണ്. നടക്കുമ്പോൾ കുറേ ബോഡിയിലുള്ള കുറേ കച്ചറ കാര്യങ്ങളൊക്കെ ശരിയാവും നടന്നു കഴിഞ്ഞാൽ. ഹെൽത്ത് ഗുഡാവും. അപ്പോൾ രാവിലെ നമ്മൾ നമ്മളെ ടൗണിൽ തന്നെ എന്തൊക്കെ നടക്കണമെന്ന് കാണാൻ പറ്റും. ഒരുപാട് പേര് രാവിലെ തന്നെ നടക്കുന്നുണ്ട്. എന്ത് രസമാണെന്ന് അറിയാം രാവിലെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ. ഇപ്പം എന്തായാലും ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇതില്ലാതെ മഴ പെയ്തിട്ട് റോട്ടിലൊക്കെ നല്ല വെള്ളമാണ്.
കാറുകളൊക്കെ ചില കാറുകൾ പോകുമ്പോൾ ഒരു മര്യാദ ഒന്നുമില്ല, തെറിപ്പിച്ചിട്ടൊക്കെ പോവാണ് വെള്ളം. നമ്മൾ പരമാവധി സൈഡ് കൊടുത്തിട്ടാണ് നടന്നു പോകണം കേട്ടോ. ഇപ്പോൾ വണ്ടികളൊന്നുമില്ല, ഇനി ഇങ്ങനെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ പഞ്ചായത്ത് കടന്ന് വേറെ പഞ്ചായത്തേക്ക് കടക്കേണ്ട വരവൂര് പഞ്ചായത്തല്ലേ വരിക, അങ്ങനെ അറിയില്ല. പക്ഷെ കറക്റ്റ് ആ പഞ്ചായത്ത് ഈ എരുമപ്പെട്ടി പഞ്ചായത്ത് കിടക്കുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു പാടാണ്. ഈ പാടം കഴിഞ്ഞാൽ എരുമപ്പെട്ടി പഞ്ചായത്ത് കഴിഞ്ഞ് കാരണം ഭയങ്കര വൈബ് തന്നെ കേട്ടോ. ഇവിടുന്ന് കാണാം ബാക്കിൽ നല്ല മഞ്ഞ് കൂടി കിടന്നിട്ട് നല്ലൊരു ക്ലൈമറ്റ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമോ അതാ അങ്ങ് കുറച്ച് ദൂരത്ത് മഞ്ഞൊക്കെ. ഇവിടെ നല്ല രസം രാവിലെ നടന്നൊക്കെ ഇങ്ങനെ പോവാൻ. ഇവിടെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് പൊളി തന്നെ. വട്ടം പോലുള്ള കുറ്റിച്ചെടിയുടെ ഉള്ളിൽ ഒരു നല്ല അടിപൊളി വീട്, മരത്തോണ്ട് ഉണ്ടാക്കിയ വീട്. അതിന്ന് കാലൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു ടെന്റ് പോലത്തെ വീട് വെച്ച് കഴിഞ്ഞാൽ ഉഷാറായിരിക്കില്ലേ. എന്ന് നല്ല നാച്ചുറൽ വൈബ് കാണാൻ ഇതിൻ്റെ ഒരു വീട് പോലെ ഉണ്ട് റോഡ് സൈഡ് പറയുന്നു. നമ്മളിനി തിരിച്ചു വരിക, നമ്മളെ വന്ന പോയിന്റേക്ക് നമ്മൾ ഇതേപോലെ റോഡ് കൊണ്ട് കട്ടിങ്ങിൻ്റെ കട്ട് ചെയ്തത് നേരെ ആ കാടിൻ്റെ അവിടെ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോവാം. റൂമിൽ കാണത്തില്ല, അതിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ആ റോഡ് നേരെ പോയാലാണ് നമ്മൾ നാട്ടിലേക്ക് എത്തുക. അപ്പോഴും അവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ടുള്ള വ്യൂ കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്നില്ല അതിൽ, പക്ഷെ വീടുകളൊക്കെ കാണാനില്ല. കണ്ട കാര്യം നല്ല മഞ്ഞൊക്കെ മേലക്കോടെ അവിടെ കട്ട് ചെയ്തിട്ട് വരുന്ന ടൈമില് ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്. ഇന്നലെ അടിച്ചേ തോന്നുന്നു, കാരണം കാറിൻ്റെ ഒരു സൈഡൊക്കെ പോയിക്കണ്. ഇതാ എടുക്കുന്നൊരു ബൈക്ക് നല്ല അടി തന്നെ അടിച്ചിരിക്കണ്. മാഷാ അല്ലാഹ്, എന്താ പറ്റിയെന്നറിയില്ല അടിച്ച ആൾക്ക്. എന്തായാലും അവർ ഹോസ്പിറ്റലാണ് തോന്നുന്നല്ല ആയിരിക്കും. കാരണം ബൈക്ക് തെറിച്ചിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ബൈക്കാരനാവും കൂടുതൽ പറ്റിയിട്ടുണ്ടാവും. നോക്കിയാൽ ബൈക്കിന്റെ ഫ്രണ്ടൊക്കെ പൊളിഞ്ഞു. ഇനി ബൈക്കിന്റെ ഉടമസ്ഥ ഇങ്ങോട്ട് തെറിച്ചിട്ടുണ്ടാവും അടുത്തേക്ക്. ബൈക്ക് എടുക്കും ഫ്രണ്ട് നോക്കിയ. ഓ മൈ ഗോഡ്, സീനാണ് ഫ്രണ്ട്സ്, സീനാണ്. ബൈക്കിന്റെ ഫ്രണ്ടൊക്കെ ആകെ പോയിക്കണം കേട്ടോ. ആളെ ചെരുപ്പ് ഇതൊക്കെ എടുക്കുന്നുണ്ട്. കാർ അവിടെ, ബൈക്ക് ഇവിടെ. അതായത് കാറ് ഇവിടുന്ന് അങ്ങോട്ട് പോവാ, ബൈക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. അങ്ങനെയാണ് അടിച്ചിരിക്കുന്നത്. ആളിടിച്ചിട്ട് അങ്ങോട്ട് പാടത്തേക്ക് വീണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു, കാരണം ബൈക്കിന്റെ ഫ്രണ്ടൊക്കെ ആകെ പോയിക്കുന്നത്. അതേപോലെ ആ കാറിന്റെ ഫ്രണ്ട് ഒരു സൈഡും പോയിക്കുന്നു. എന്തായാലും സീന. ആ ഇവിടുന്ന് ഇങ്ങോട്ട് തെറിച്ചിരിക്കുന്ന ആള്. അതിന് ആ കാറ് അതിന്റെ സൈഡ് മൊത്തം പോയിക്കുന്നത്. അതിന് പരിക്ക് പറ്റുന്നതിനോട് കൂടുതൽ ഇതിനെ പറ്റിക്കുന്നു. ബൈക്കിന്റെ ആൾക്കാർ കൂടുതൽ പരിക്ക് പറ്റിക്കുന്നു. അധിക പ്രശ്നം തന്നെ ആവും. കാരണം ഒന്നെങ്കിൽ ആൾ അങ്ങോട്ട് തെറിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ റൂട്ടിൽ തന്നെ ആയിരിക്കും. ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എരുമപ്പെട്ടി പഞ്ചായത്ത് കഴിഞ്ഞ പാടാണ് നമ്മൾ നടക്കുന്നത്. അതിന് മുന്നത്തെ പാടാണ് ബോർഡ്. നന്ദി, വീണ്ടും വരിക എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്. ഇതാണ്. ഇനി ഇവിടുന്ന് ചാടിയ വേറെ പഞ്ചായത്ത് എത്തി. എന്തായാലും ഭൂമി തന്നെയല്ലേ. ജൂലി, go your home. ഞങ്ങൾക്ക് കിട്ടില്ലേ?
ഗായ്സ് മഴ ഉള്ളത് കൊണ്ട് തോന്നുന്നു ഇപ്പുറത്ത് ഈ ചാലിക്കൂടൊക്കെ വെള്ളം പോകണുണ്ട്. ഏകദേശം റോഡിൻ്റെ ഒപ്പത്തിലാണ് വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് നേരെ. അപ്പം നമ്മൾ ടേണിങ് പോയിന്റ് എത്തിയിട്ടോ. ഇതാ ഇവിടുന്ന് ലെഫ്റ്റ് ഉണ്ട് ഇങ്ങോട്ട്. ലെഫ്റ്റിന് നേരെ പോയാലേ നമ്മളെ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴി. നേരത്തെ പറഞ്ഞേ ഈ സ്ഥലത്തിൻ്റെ പേര് തിച്ചൂർ എന്നാ. തിച്ചൂർ കുളം എന്ന് പറയാം. ഇവിടെ ഒരു ബാങ്ക് ഉണ്ട്. ബഡോറ എന്നല്ലേ? ബഡോറ എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് തന്നെ തോന്നുന്നത്. ഇതാണ് പോയിന്റ്. ഇവിടുന്ന് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പള്ളിപ്പാടം ടു കറുകത്തൂർ. ഈ നേരെ പോയാലും കറുകത്തൂർ ടു പട്ടാമ്പി. ഇങ്ങനെയാണ് പട്ടാമ്പി ബസ്സൊക്കെ പോവുക. അതുപോലെ തന്നെ കൂറ്റനാട്ടിലേക്കുള്ള ബസ് ഇങ്ങനെ തന്നെയല്ലേ പോവുക? എല്ലാം ഒന്നും തന്നെയല്ലേ? ഇതാട്ടോ ഗൈസ് സരസ്വതി വിദ്യാലയം ഈ തിരുമൂലം കഴിഞ്ഞാൽ സരസ്വതി വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് ഒരു CBSE സ്കൂൾ. അവിടെ 10th വരെ ഉണ്ട്. വലിയൊരു ഇംഗ്ലീഷ് മീഡിയം പ്ലസ് ടു ഉണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും. എനിക്ക് കൂടുതൽ ടച്ചില്ലേ സ്കൂളിനായിട്ട്. അങ്ങനെ ഈ കോടയാണ് നമ്മൾ നേരെ പോകുന്നു. അങ്ങനെ നേരെ നടന്നിട്ട് ഇനി നമ്മളെ ലെഫ്റ്റിക്ക് എരുമപ്പെട്ടിക്കുള്ള റോഡ് കാണാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വേറെ പഞ്ചായത്ത് വരുന്നുണ്ട്. ഇവിടെ കറകപത്തൂരിൻ്റെ പഞ്ചായത്ത് വരും. വരവൂർ കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പഞ്ചായത്ത് വരും. ഇവിടെ അടുത്താണ് കറകപത്തൂർ, അവിടുന്ന് അടുത്താണ് പെരുങ്ങോട്, അതുപോലെ തന്നെ കൂറ്റനാടൊക്കെ. ആ റോട്ടിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്യാം. നമ്മൾ നേരെ ഈ കയറ്റൊക്കെ കയറി നടക്കണം കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വൈബ് സ്ഥലം തന്നെ കേട്ടോ. ഇവിടെ ബോർഡ് കണ്ടോ? ഇവിടുന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ എരുമപ്പെട്ടി. ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം അവിടുന്ന് നടന്ന് നേരത്തെ പാടത്തിൻ്റെ അപ്പുറത്ത് ഒരു റോഡ് ഉണ്ടായിരുന്നില്ല നമ്മൾ പോണ. ആ റോഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നുണ്ടോ. ഇതാണ് ആ റോഡ്. ഈ വഴിക്കൂടാണ് പോവുക നമ്മൾ. ഈ പാടാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. പിന്നെ ബാക്കിലുള്ളത് അത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ വഴി പറയുമ്പോൾ ഒരു അടിപൊളി വഴി തന്നെയാണ്. ഇനി കുറച്ച് ഫോറസ്റ്റൊക്കെ കാണാൻ പറ്റും. അധികം വീടുകളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വീടുണ്ടാകേണ്ടി
ഇങ്ങോട്ട് ഇറങ്ങി 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 മെല്ലെ ഇറങ്ങിയാൽ മതി. ഭാഗ്യം ഉണ്ടെങ്കിൽ കുരങ്ങന്മാരെ കാണിച്ചു തരാം. 2 കുരങ്ങന്മാർ ഓൾറെഡി ഇവിടെ നടക്കുന്നുണ്ട്. അതല്ല ജസ്റ്റ് ഫോർ ഫൺ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മങ്കീസൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഉള്ളിലായിരിക്കും. സംഭവം വൈബ് തന്നെയാണ്, നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഞാൻ കാണുന്ന അതേപോലെ തന്നെ ഈ ക്യാമറയുടെ ഉള്ളിൽ കൂടെ നിങ്ങൾ കാണാം. വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്നാൽ കൂടി ഭയങ്കര ഒരു പ്രകൃതിപരമായ കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ വീടുകളൊന്നും ഇല്ല. ഇനി ഇടയിൽ അപൂർവം 2 or 3 വീട്, പിന്നെയാണ് വീടുകൾ വരുന്നത്. നല്ല രസമുണ്ടല്ലോടാ. തണവുണ്ടല്ലേ ഉള്ളിൽ കിടക്കുമ്പോൾ, ചെറിയ തണവ് ഫീൽ ചെയ്യുന്നുണ്ട്. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടി ഡാർക്കായ പോലെ. മാസ്ക് ഇട്ടില്ലല്ലേ ഗൈസ്. ഈ ഫോറസ്റ്റിൻ്റെ പേര് കോയിക്കുന്ന് എന്നാണ്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ സർക്കിൾ, തൃശ്ശൂർ ഡിവിഷൻ, തൃശ്ശൂർ റേഞ്ച്, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ, 2015. കോയിക്കുന്ന് എന്താടാ? പ്ലാൻ സ്റ്റേഷൻ. ആ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ശരിക്കും ഇതൊരു ഫോറസ്റ്റ് തന്നെ. അപ്പോൾ ഇത് എരുമപ്പെട്ടിക്ക് പോകുന്ന വഴിയാണ്, പക്ഷെ ഇതിനെ പറയാ കോയിക്കുന്നെന്നാ. ഇവിടെ അപൂർവങ്ങൾ ഞാൻ പറഞ്ഞില്ല, വീടുകളൊക്കെ കുറവാണ്. കണ്ട ഒരു വീട് അവിടെ ഉണ്ട്, പിന്നെ അങ്ങോട്ട് വീടൊന്നുമില്ല. പിന്നെ ആ മുക്കിലൊരു വീട് കാണാനുണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു ഹില്ല തോന്നില്ല, വലിയൊരു മലയുടെ പകുതി. ഇതിന് മേലെ വന്യജീവികളുണ്ട് തോന്നുന്നു, അതാ തോന്നുന്നു. എന്തായാലും ഇതിൽ കൂടെ നമ്മളിനി നടന്നു പോകണം. കണ്ടെന്നെ അറിയാട്ടെ ഇനി ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ പഞ്ചായത്തിൽ കിടക്കാൻ പോകുന്നത്. നമ്മൾ കറങ്ങി തിരിച്ച് ഇങ്ങനെ തന്നെ തിരിഞ്ഞ് വന്നപ്പോൾ ഇതാ വീണ്ടും സ്വാഗതം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്. അതാ ഇത് കടന്നു കഴിഞ്ഞാൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നമ്മൾ പഞ്ചായത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ ഇപ്പോൾ 2 പഞ്ചായത്ത് കടന്ന് പിന്നെ നമ്മുടെ ജില്ലയ്ക്ക് തന്നെ തിരിച്ചു വന്നു. കാരണം ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റോടൊക്കെയാണ് കുറച്ചുണ്ട് വന്ന്, കുറച്ച് വരും. പിന്നെ ഫുള്ള് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. നീ ഈ വഴിക്കോട്ട് തന്നെയല്ലേ നമ്മൾ പോവാ. ഈ സ്ഥലത്തിൻ്റെ പേര് പതിയാരല്ലേ അത്? ആ ഇത് എരുമപ്പെട്ടി പഞ്ചായത്തിൽ തന്നെ പറഞ്ഞ പതിയാരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഈ നാട്ടുകാർക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോകൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലവർക്ക് അറിയുണ്ടാവില്ല. കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പുറത്തുള്ളവർക്ക് അറിയില്ലെങ്കിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഒരു അതിമനോഹരമായിട്ടൊരു കാഴ്ച കണ്ട്. വേറെ ഒന്നല്ല, നമ്മളൊക്കെ വീട്ടിൽ കാറൊക്കെ അടിയിലാണ് പാർക്ക് ചെയ്യുക. ഇത് വീടിൻ്റെ മേലെയാണ്. ലാലേട്ടൻ്റെ ഏത് സിനിമയിൽ പറയണ പോലെ ആ വീഡിയോ നല്ല വൈറലായിരുന്നു. ഇതാ കണ്ടോ, അടിയിലെ വീട് മേലെ പാർക്ക് ചെയ്യും. ഉഷാറല്ലേ? എവിടെ ഞാൻ ആ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ. ഡോക്ടർ കോമെൻറ്റിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അതേപോലെ നമ്മൾ ലൈവായിട്ട് നമ്മൾ നാട്ടിൽ നിന്നല്ല നമ്മൾ നടക്കുന്നിടത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ പതിയാരം പള്ളിയുടെ അവിടെ എത്തിക്കണ്. കാരണം നമ്മൾ നേരത്തെ കാണിച്ച പള്ളിയാണ് പതിയാരം ക്രിസ്ത്യൻ പള്ളി. ഇനി അവിടുന്ന് നമ്മളെ നാട്ടിലേക്ക് ആകെ 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമ്മൾ എത്രയോ കിലോമീറ്റർ ഇനി 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും. ഇനി ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാൻ പോവുകയാണ് നമ്മൾ അങ്ങോട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ എരുമപ്പെട്ടി എത്തി. എവിടെ നമ്മളെ ടാർഗറ്റ് നമ്മൾ അച്ചീവ്മെൻറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഇന്ന് 7 കിലോമീറ്ററോളം നടന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 7 കിലോമീറ്റർ. അതായത് നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ റൂട്ടിലേക്ക് തന്നെ എത്തി. നമ്മൾ ഈ ഹൈവേ കൂടെ പോയിട്ട് ഈ സ്ഥലത്തേക്ക് തന്നെ എത്തി, നമ്മളെ ഇങ്ങോട്ടുള്ള റൂട്ടിൽ. അങ്ങനെ നമ്മൾ 7 കിലോമീറ്റർ ഇന്ന് ടാർഗറ്റ് ചെയ്ത് നടന്നത്. നമ്മളിന്ന് രാവിലെ 6 മണിക്കാണ് നടക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ എത്ര മണിയാടാ? വേഗം നോക്ക്. ഏകദേശം 8:55 നമ്മൾ ഫിനിഷ് ചെയ്ത് എല്ലാതും. നമ്മൾ കുറേ കുറേ സ്ഥലത്ത് നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നാണ്. ഇത്ര ടൈം ശരിക്കും വേണ്ട. ഇതിനും 8 മണി 7:30 ആകുമ്പോഴത്തേനും ശരിക്കും ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതെ ഒരൊറ്റ നടത്തം അങ്ങനെ റെസ്റ്റ് എടുക്കാതെ. ഇതിപ്പോൾ വീഡിയോ ഒക്കെ ഇതെടുത്ത് കാരണമാണ്. അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു ഇതായിരുന്നില്ലേ,
അങ്ങനെ ടെസ്റ്റ് ആയിട്ട് നടക്കാനുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ നീറ്റപാട് നടന്ന് കുറേ കാഴ്ചകളുണ്ട്, നല്ല രസമായിരുന്നു. ഇന്ന് വരെ നമ്മളിങ്ങനെ നടന്നിട്ടൊന്നുമില്ല ഇത്ര കിലോമീറ്റർ, നടന്നിട്ടൊക്കെ ഉണ്ട്. എന്നാലും രാവിലെ മോർണിംഗ് ഇത്ര കിലോമീറ്റർ നടന്നിട്ടില്ല. എന്തായാലും നല്ല എനർജറ്റിക്കാണ്, വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല, ചെറുതായിട്ട് കാല് കടച്ചിലെന്നുള്ളൂ. പിന്നെ ഉഷാറാണ്, പോണ വൈക്കങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ സൈനിങ് ഔട്ട് AZ Vlog.